രസരായിട്ടുള്ള ആൾക്കാര് ബിസിനസ് ചെയ്താൽ ശരിയാവില്ല. അതേസമയം തൽപരമായിട്ടുള്ള കഴിവ് കുറഞ്ഞ ആൾക്കാര് ബിസിനസ് ചെയ്താൽ സക്സസ് ആവും. കഴിവ് കുറവെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ നമ്മൾക്ക് ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടോ കഴിവ് കുറഞ്ഞ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് ഈഗോയോ അല്ലെങ്കിൽ ഒന്നുമില്ല, അവർക്ക് ഇല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉള്ളതുകൊണ്ട് ആരോട് എന്ത് ചോദിക്കാനുള്ള ഒരു മടിയേ ഇല്ല. അപ്പൊ അവരത് ചോദിക്കും, അത് മനസ്സിലാക്കും, ചെയ്യും. ഇനി തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അവർ തയ്യാറാണ്. അവർക്ക് അങ്ങനത്തെ ഒരു മുൻവിധിയൊന്നുമില്ല. അതുകൊണ്ടാണ് ബിസിനസ്സുകാർ വിജയിക്കുന്നത്. ഇവർക്ക് ഇനി വളരണമെന്നുള്ള ആഗ്രഹവും വളരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കണ്ടീഷനുകൾ കുറവാണ്, നിബന്ധനകളില്ല. ആരോട് എന്ത് സംസാരിക്കാം. ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഏത് ലെവലിലും വരെ എത്താൻ പറ്റും. എന്റെ കാര്യം തന്നെ നോക്കാം, എനിക്ക് അങ്ങനെയാണല്ലോ. ഞാൻ ആരോട് എന്ത് സംസാരിക്കും. എന്റെ എഡ്യൂക്കേഷന്റെ ലെവൽ വിട്ട് ആണ് ഞാൻ ഉള്ള ആൾക്കാരായിട്ടൊക്കെ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നതും, അല്ല സയന്റിസ്റ്റുകളായിട്ടാണെങ്കിലും ഇതല്ലെങ്കിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരായിട്ടാണെങ്കിലും ഞാൻ പൊളൈറ്റായിട്ട് നിന്ന് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വലിയ ഡെസിഗ്നേഷനുള്ള ആളുകൾ ബിസിനസ് ചെയ്ത് വിജയിക്കില്ല. കാരണം അവർക്ക് അന്യായ അറിവാണ്, അന്യായ കഴിവാണ്. ഈ കഴിവുള്ളവരെയും ഒരു കഴിവ് കുറഞ്ഞവരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഈ അറിവുള്ളവൻ എന്റെ ഇതും കൊണ്ട് ഇവൻ മറ്റുള്ളവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഫ്ലെക്സിബിൾ ആവാനോ തയ്യാറാവുന്നതിന്റെ ശതമാനം കുറവാണ്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ.